ഇന്ന് ഞാനും അമ്മയും കൂടി മങ്ങാട് പോവുകയാണ്. ഇതെൻ്റെ അമ്മ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഇതാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്. എൻ്റെ വല്യമ്മച്ചിയാണെങ്കിലും ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ അമ്മ ഞങ്ങൾക്ക് അവിടെ പിടിച്ച് മാമ്പഴമൊക്കെ കട്ട് ചെയ്ത് തന്നു. അങ്ങനെ കുറച്ചു നേരം മാമ്പഴമൊക്കെ തിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങി. അമ്മയ്ക്കിപ്പോൾ വയ്യാത്തോണ്ട് അങ്ങനെ വലിയ കൃഷിയും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും പ്ലാവും വാഴയും മാവും ഇഞ്ചിയും മഞ്ഞളും ഇലിമ്പിക്കയും മുരിങ്ങയ്ക്കയും പുളിയും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ ശമവും കൂടി ചക്കയും കൂമ്പും ഒക്കെ വെട്ടാനായിട്ട് ഇറങ്ങി. ആദ്യമേ അവ മര്യാദയ്ക്ക് പറഞ്ഞതാ അവ വെട്ടിത്തരാന്ന്. പക്ഷെ ഞാൻ വലിയ സ്റ്റൈലിൽ വെട്ടാൻ ഇറങ്ങി. താഴെ നിൽക്കുന്ന ഒരു ചക്ക മാത്രമേ എനിക്ക് വെട്ടിയിടാൻ പറ്റുള്ളൂ. മുകളിൽ നിൽക്കുന്ന ഒന്നും എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അതെൻ്റെ തലയിൽ വീഴുമെന്ന് എനിക്കൊരു പേടി. പിന്നെ അവനോട് തന്നെ വെട്ടിത്തരാൻ പറഞ്ഞു. എനിക്ക് എത്തുവോ? അത് വെട്ട്, അത് നീ വെട്ട്, അന്നേരം ഞാൻ ഇടും. ആണ് ആർക്കറിയാം അതാണ് വെട്ടിക്കഴിഞ്ഞു. പറയുന്നുണ്ട് തലേ വീഴൂ. പണ്ട് ചേട്ടൻ കപ്പ വെട്ടിയാൻ കിട്ടാ മതി, കഥഞ്ഞു പോത്തില്ലടാ. ഇല്ല. ഇനി അടുത്തത് കൂമ്പ് വെട്ടാനായിട്ട് പോവാ. അതെനിക്കെങ്ങനെ എത്താൻ? കാലത്ത് വെക്കുന്നുണ്ടോ? അയ്യോ അത് വെട്ടാറാ? ചോദിച്ചാ അമ്മ അടുത്ത്. അമ്മ ഈ കൂമ്പ് വെട്ടാറായോ? ഇത് ഏത്തന്റെ എന്നാ ചേച്ചി തോരൻ വെക്കാം. തോരനൊന്നും ഇല്ലല്ലോ, നമുക്കിതങ്ങ് വെക്കാം. കിട്ടുന്നില്ലല്ലോ. ഇനിയുണ്ടോ? അത് നീ വെക്കണം. ഏതാ? എല്ലാം എടുത്തു. പുളിയും ഉണ്ടാടാ. കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ പുളിയൊക്കെ ഉണ്ട്. മഞ്ഞൾ എടുക്കാറില്ലേ? അതിപ്പോ ഇട്ടതല്ലേ ഉള്ളൂ. മഞ്ഞൾ വിളവെടുക്കാറായോ? ഇല്ല. ആയില്ലേ? ഇതാ അങ്ങനെ ഇല്ല. ഇതിപ്പം വിളവെടുക്കാറായില്ല. വെച്ചല്ല, ഇതിപ്പം കിളിച്ചു വരുന്നേ ഉള്ളൂ. ഇതിന് അടുത്ത ഇതാവണം അപ്പോഴത്തേക്ക്. അടുക്കള വരാന്തേ ഞങ്ങളെ നോക്കിയുള്ള ഇരിപ്പാട്ടോ രണ്ടുപേരും. വെട്ടിയിട്ട ചക്കയും കൂമ്പും ഒക്കെ എടുക്കാനുള്ള ഓട്ടത്തിലാട്ടോ ഞാൻ. അങ്ങനെ അതെല്ലാം എടുത്ത് ഞങ്ങൾ അടുക്കള വരാന്തയിലേക്ക് വന്നു. അങ്ങനെ അമ്മമാർ രണ്ടും കൂടി ചക്കയിലെ കറയൊക്കെ കളയുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. പറമ്പിൽ നിറയെ കൊതുവായിരുന്നു. അങ്ങനെ എൻ്റെ ദേഹത്തെല്ലാം കൊതുക് കുത്തി. അതാണ് ഞാൻ കൈയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പടർന്ന് പന്തലിട്ട് നിൽക്കുന്ന വെറ്റയാണ് കേട്ടോ ഇത്. പ്ലാവ് മാവ് മാത്രമല്ല കേട്ടോ, അല്ലാതെ കുറച്ച് പൂച്ചെടികളും ഇലച്ചെടികളും തുളസിയൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മ എനിക്ക് ചക്കയൊക്കെ വെട്ടിപ്പൊളിച്ച് തന്നു. കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചോളയൊക്കെ എടുക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പം അമ്മ എനിക്ക് ചക്ക ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പെട്ടെന്ന് തന്നെ ചുളയൊക്കെ ഇളക്കി ചക്കയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് വന്നപ്പോഴേക്കും അമ്മയും ശ്യാമും കൂടി വിളക്കൊക്കെ തുടയ്ക്കുമായിരുന്നു. ധാര അലൈഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ലിക്വിഡ് യൂസ് ചെയ്താണ് കേട്ടോ വിളക്ക് തുടച്ചുകൊണ്ടിരുന്നത്. ആ ലിക്വിഡ് അല്പം തട്ടത്തിലേക്കിട്ട് ഒരു തുണിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. വിളക്കൊക്കെ നല്ല സ്വർണം പോലെ തിളങ്ങും. ഇത് തന്നെയുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തേങ്ങാവെള്ളവും കുടിച്ച് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ. അവിടെ ഓൾറെഡി ചോറും ചാളക്കറിയും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ ഫ്രഷായിട്ട് വെട്ടിക്കൊണ്ടുവന്ന ചക്കയും കൂമ്പും എടുത്ത് ഇച്ചിരി ചക്കക്കറിയും കൂമ്പു തോരനും ഉണ്ടാക്കാമെന്ന് വെച്ചു. അമ്മ അപ്പോഴത്തേക്ക് എനിക്ക് തേങ്ങയൊക്കെ തിരുമ്മി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ചക്കക്കറിക്കുള്ള ചക്കയൊക്കെ ഞാൻ അടുപ്പിലാക്കി. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. എന്തോരം കിളികളാ അവിടെ മാവിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് മുരിങ്ങയില ഒടിക്കാനായിട്ട് തോട്ടയെടുത്ത് വരികയാണ് അമ്മ. അവിടെ ഇരുന്ന മാങ്ങ പോരാന്നും പറഞ്ഞ് ഇനിയും മാങ്ങ വേണോന്നും പറഞ്ഞ് അടുത്ത മാങ്ങ ഹണ്ടിങ്ങിലാണ് കേട്ടോ എൻ്റെ അമ്മ. കട്ടി കുറഞ്ഞ തുണിക്കകത്ത് പൊതിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് 2 മണിക്കൂർ വെക്കുക. കുറേ കഴിഞ്ഞെടുത്ത് തട്ടിയെടുക്കുമ്പോൾ തണ്ട് വേറെ മുരിങ്ങയില പുറത്തേക്ക് കിട്ടും തോരൻ വെക്കാൻ. മീൻ വെട്ടിയ ഉളുമ്പും മണം മാറാൻ വിനാഗിരി ഒഴിച്ച് ഇത്തിരി ടൂത്ത് പേസ്റ്റും വെച്ച് കൈ കഴുകിയാൽ മണം മാറി കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ കഴുകുന്നതിന് വിനാഗിരിയും ഈ ടൂത്ത് പേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ചൊവ്വ കഴുകിയാൽ നല്ല തിളക്കം കിട്ടും, അഴുക്കും പോകും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.